വേഗം അപ്പം ഉണ്ടാക്ക്. ഈ അപ്പൊക്കെ തിന്നാൻ എനിക്ക് കൊതിയാകുന്നു. കൊതിയൻ. ആ എന്നാ പിന്നെ ആദ്യത്തെ അപ്പം എന്റെ മോൻ എടുത്തോ. ആ ആ ആ അത്രയ്ക്ക് സാമർത്ഥ്യം വേണ്ട. സാരമില്ല മോനെ, അവൻ അത് എടുത്തോട്ടെ. അമ്മ മോന് വേറെ ഉണ്ടാക്കി തരാം. നീ ഞങ്ങളെക്കാൾ ഇളവനല്ലേ, കൂടുതൽ കളിക്കൊന്നും വേണ്ട. ഇതാ ഈ വല എടുത്തോണ്ട് പോയി മീൻ പിടിച്ചോണ്ട് വാ. അവരെന്താ ചെയ്തതെന്ന് കണ്ടോ? മീൻ പിടിച്ചോണ്ട് വാ, നിന്നെ കണ്ടോളാം. അതെന്താ അത്? നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞങ്ങള് വിത്ത് വിതച്ചോണ്ടിരിക്കുക. അതിൽ കുറച്ച് എനിക്ക് തിന്നാൻ തരുമോ? ഇത് തിന്നാനുള്ളതല്ല, വിതയ്ക്കാനുള്ളതാ. ഓ എന്നാ വേണ്ട, ഞാൻ പോവാ. ആ നമസ്കാരം ജൂതർ. നമസ്കാരം. നിങ്ങൾക്ക് എങ്ങനെ എന്റെ പേരറിയാം? എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. നീ എന്നെ സഹായിച്ചാൽ നീ ഒരു വലിയ പണക്കാരനായി മാറും. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ കയറുകൊണ്ട് കെട്ടി എന്നെ നദിയിലേക്ക് വലിച്ചെറിയ. നിങ്ങൾക്കെന്താ ഭ്രാന്തുണ്ടോ? എനിക്ക് ഭ്രാന്തൊന്നുമില്ല, ഞാനൊരു വലിയ മന്ത്രവാദിയാണ്. അപ്പൊ നിങ്ങൾ വെള്ളത്തിൽ മുങ്ങി ചാവില്ലേ? ഇല്ല, വെള്ളത്തിൽ നിന്ന് ഞാൻ പൊങ്ങി വന്നില്ലെങ്കിൽ നീ ഈ സഞ്ചിയും കൊണ്ട് ചന്തയ്ക്ക് പോകണം. അവിടെ ഓമർ എന്ന പേരുള്ള ഒരു വ്യാപാരി നിന്റെ പക്കൽ നിന്ന് ഇത് വാങ്ങിക്കും. അതിനുശേഷം ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എപ്പോഴാ പുറത്തു വരിക? വരും. ഓമറിനോട് ഇതിനെപ്പറ്റി ഒരു അക്ഷരം നീ മിണ്ടി പോകരുത്. ശരി. വലിക്കട്ടെ. 1 2 3. അയ്യോ, അയാളെ കാണാനില്ലല്ലോ. വാ, നമുക്ക് ചന്തയ്ക്ക് പോവാം. നമസ്കാരം സുഹൃത്തേ, ഞാനാണ് ഓമർ. മന്ത്രവാദി വെള്ളത്തിൽ മുങ്ങി മരിച്ചു. മന്ത്രവാദി വെള്ളത്തിൽ മുങ്ങി മരിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞോ? ശരി, നീ പോയി വല്ലതും വാങ്ങി കഴിക്കേ. ഈ രഹസ്യം മറ്റാരും അറിയണ്ട കേട്ടോ. നല്ല മധുരമുള്ള പഴങ്ങൾ ആർക്കും വാങ്ങാം. വില വളരെ കുറവാണ്, വളരെ കുറവാണ്. എനിക്ക് കുറച്ച് ഓറഞ്ചും ഈത്തപ്പഴവും വേണം. ഒരു ഗ്രാമത്തിന് മുഴുവൻ കഴിക്കാനുള്ളതുണ്ടല്ലോ. എന്താ ഇവിടെ എന്ന് വല്ല വരുന്നുണ്ടോ? നിങ്ങളുടെ അനിയൻ കഴിക്കാൻ എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്കൂ. ജൂതർ, നീ ഇതൊക്കെ വലവീശി പിടിച്ചതാണോ? മര്യാദയ്ക്ക് കഴിക്കാൻ നോക്കി. ഇത്രയും നല്ല ഭക്ഷണം കിട്ടിയത് നിന്റെ ഭാഗ്യ. മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ, മോനെ സൂക്ഷിച്ചു പോയിട്ട് വരണം. ശരി അമ്മേ, ഞാൻ പോയിട്ട് വരാം. ആ മന്ത്രവാദിയെ ഇന്നും കണ്ടാ നന്നായിരുന്നു. തല താഴ്ത്ത്, അവനെങ്കിലും കണ്ട പ്രശ്നമാവും. നിനക്ക് എന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ? മിണ്ടല്ലേടാ. അയ്യോ, എന്റെ തോള് വേദനിക്കുന്നു. അയ്യോ, സലീം ഭയ്യ, അയ്യോ അയ്യോ. നമസ്കാരം ജൂതർ. നമസ്കാരം മന്ത്രവാദി. കറുത്ത കുതിരയുടെ മേൽ കയറി യാത്ര ചെയ്യുന്ന ഒരു യുവാവിനെ നീ കണ്ടോ? ഇല്ല, ഞാൻ കണ്ടില്ലല്ലോ. നിന്നെ ഞാൻ അഭിനന്ദിക്കുന്നു ജൂതർ. നീ രഹസ്യം കാത്തു സൂക്ഷിക്കുന്നവനാണ്. ഇന്നലെ നീ നദിയിലേക്ക് എറിഞ്ഞത്
എന്റെ സഹോദരനെയാണ്. നിനക്ക് ഞാൻ ഈ പണക്കിഴി തരുന്നു ജൂദാർ. എല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? എന്തുകൊണ്ടെന്നാൽ ഇന്ന് നീ എന്നെ ഈ നദിയിലേക്ക് എറിയണം. അപ്പൊ നിങ്ങൾ മരിക്കില്ലേ? അതാ മുതല. അയ്യോ മുതല, വേഗം കരക്കി കയറിക്കോ. നിങ്ങൾ അതിൽ പോയി ഇരുന്നു. ആ, ഒന്ന് ഇന്ന് വേറൊരു മന്ത്രവാദിയും വെള്ളത്തിൽ വീണു. അത്യാഗ്രഹികൾക്ക് അത് തന്നെ സംഭവിക്കും. ഈ പണം കൊണ്ട് നിറയെ സാധനങ്ങൾ എനിക്ക് വാങ്ങിക്കണം. അതിനെന്താ വില? നീ എന്താന്ന് വെച്ചാൽ എടുത്തോ. ഓ, അമ്മ ഇപ്പൊ സുന്ദരിയായിരിക്കുന്നു. നീ നല്ല കുട്ടിയല്ലേ, നിനക്ക് ഇതൊക്കെ വാങ്ങാൻ എവിടുന്ന പണം? അതൊരു രഹസ്യമാണ്. അമ്മയോട് മാത്രം ഞാൻ പറയാം. ഇന്നലെ മിനിഞ്ഞാന്നുമായി ഞാൻ ഓരോ മന്ത്രവാദികളെ പരിചയപ്പെട്ടു. അവരെ വെള്ളത്തിൽ മുക്കാനായി എനിക്ക് തന്നതാണ് ഈ പണമൊക്കെ. നീ ഇങ്ങനെ കള്ളം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അമ്മ, ഇവൻ പറയുന്നതൊന്നും വിശ്വസിക്കരുത്. ഇല്ലാത്ത കള്ളക്കഥകളൊക്കെ കെട്ടിച്ചമച്ച് പറയാവൻ. നിന്റെ കള്ളത്തരം ഞാൻ നാളെ കണ്ടുപിടിക്കും. അയ്യോ, എനിക്ക് തല ചുറ്റുന്നു. ഒന്നും മിണ്ടാതിരിക്കടാ, വെറുതെ ഒച്ചയുണ്ടാക്കി അവൻ നമ്മളെ കണ്ടുപിടിക്കും. അത് നോക്ക. നമസ്കാരം ജൂദർ. നമസ്കാരം. നിങ്ങൾക്കും എന്റെ പേരറിയോ? ചില അപരിചിതർ ഇതുവഴി കടന്നു പോകുന്നത് നീ കണ്ടായിരുന്നോ? സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഉപദ്രവിക്കോ? കണ്ടു, രണ്ടുപേരെ കണ്ടു. ഒരാൾക്ക് കറുത്ത താടിയും ഒരാൾക്ക് നരച്ച താടിയും ഉണ്ടായിരുന്നു. എന്നിട്ട് അവരെങ്ങോട്ടാണ് പോയതെന്ന് പറയാമോ? ഞാനാണ് അവരുടെ കൈ കെട്ടി വെള്ളത്തിലേക്ക് എറിഞ്ഞത്. പിന്നെ ഞാൻ അവരെ കണ്ടില്ല. വളരെ നന്നായി. എന്നാൽ ജൂദർ, നീ അവരെ എറിഞ്ഞതുപോലെ എന്നെയും കൂടി ഒന്ന് എറിയാമോ? ആ, അതിൽ നിങ്ങൾ പോയി ഇരുന്നാ മതി. പക്ഷെ ആദ്യം കൈ കെട്ടണം. ഞാനിതാ ഇരുന്ന് കഴിഞ്ഞു ജൂദർ. എന്നെ വലിച്ചെറിഞ്ഞാൽ മതി. ഒന്ന്, ആ. രണ്ട്, ആ. മൂന്ന്. വാ, നമുക്ക് ചന്തയിലേക്ക് പോവാം. നീ അവിടെ നടന്നത് കണ്ടോ? ആ, വെള്ളത്തിനടിയിൽ നടക്കുന്ന എന്താണെന്ന് കാണാൻ എന്താ ഒരു വഴി. പോകാൻ പോകാൻ എന്നോടല്ലേ പറഞ്ഞു പോകാൻ. സൂക്ഷിച്ചാ, ഞണ്ടുകൾ കൊല്ലും. രണ്ടാളും കൂടി എന്നെ ആക്രമിക്കാൻ വന്നിരിക്കുകയാണല്ലേ. നിങ്ങളുടെ അഭ്യാസങ്ങളൊന്നും എന്റെ അടുത്ത് നടക്കില്ല. ഇതാ കണ്ടോ? ഞാൻ അവരെ സ്വർണ്ണമീനുകളാക്കി. അവരെ കയ്യിലെടുത്താൽ അവർ നമുക്ക് സ്മാർഡലിലെ നിധി കാണിച്ചു തരും. ജോദർ, നിനക്കറിയാമല്ലോ ഞാനൊരു മന്ത്രവാദിയാണെന്ന്. നീ ഇതിനു മുമ്പ് കണ്ട രണ്ട് അപരിചിതർ എന്റെ സഹോദരന്മാരാണ്. എന്റെ പാവം സഹോദരന്മാർ ഈ രണ്ട് പ്രേതങ്ങളുടെയും കൂടെ വഴക്കിട്ട് തോറ്റുപോയി. റൂജ് രാജാവിന്റെ മക്കളായ ഇവർ ദൗർഭാഗ്യത്തിന്റെ പ്രതീകങ്ങളാണ്. നിധി കണ്ടെടുക്കണമെങ്കിൽ ഇവരെ നശിപ്പിക്കണം. ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, നിനക്ക് എന്നെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ഞാനെന്തിനാ? വിധിയുടെ മഹത്പുരാണത്തിൽ നിന്റെ പേരെഴുതിയിട്ടുണ്ട് ജൂദാർ. ഈ നദിയുടെ അടിത്തളത്തിൽ ഒരു അമൂല്യ നിധിയുണ്ട്. അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നീ എന്റെ കൂടെ വരണം. എന്റെ കൂടെ വരാൻ നിനക്ക് വിസമ്മതമൊന്നും ഇല്ലല്ലോ ജൂദാർ? ഞാൻ നിങ്ങളുടെ കൂടെ വന്നാ പിന്നെ എന്റെ കുടുംബം ആര് നോക്കും? ഇതാ, ഈ പണം അമ്മ ചെലവിന് വെച്ചോ. നീ ഞങ്ങളെയൊക്കെ വിട്ട് പോവാണോ മോനെ? പേടിക്കണ്ടമ്മേ, എനിക്ക് ഒരാപത്തും സംഭവിക്കില്ല. നിക്ക് മോനെ, നിനക്ക് കഴിക്കാൻ ഇത്തിരി പലഹാരമുണ്ട്. വളരെ നന്ദി അമ്മേ. ഞാൻ പോയിട്ട് വരട്ടെ. വേഗം വരണേ. ശരി അമ്മേ, ഞാൻ വേഗം വരാം. മന്ത്രവാദി, നിങ്ങളൊന്നും കഴിച്ചില്ലല്ലോ. അമ്മ തന്ന പലഹാരം കഴിഞ്ഞു. നിനക്ക് വിശപ്പ് തോന്നുന്നുണ്ടോ ജൂദാർ? ആ, ഇനിയും കുറച്ചുകൂടെ കഴിക്കാം. ഓ, അതിനൊരു മാർഗമുണ്ട്. ഞാൻ നിനക്കൊരു അതിശയം കാണിച്ചു തരാം. എന്താ അതിശയം? ആ സഞ്ചി ഇങ്ങെടുക്കൂ.
വിചിത്രമായ ഭക്ഷണപദാർത്ഥങ്ങൾ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. എന്നാ അതും കഴിച്ചു കളയാം. Commençons notre festin par une soupe au pied de lapin, une tagine à la cervelle et des cornes de gazelle. Je crois que je meurs de faim. J'aime avoir le ventre plein. Aimez-vous les grosses crevettes, le couscous aux andouillettes et la tête de veau au four avec des topinambours. Manger c'est tout ce que je sais faire. Y a rien de mieux sur la terre. Le beignet au nid d'abeille, c'est un dessert sans pareil. Et la crème au géranium, c'est mieux que la tarte aux pommes. Je fais des plats sympathiques, des recettes un peu magiques, des moustaches de chat bien sages, au coulis de fraises sauvages, des coups de girafe farcis, aux yeux de sauterelle bouillie. Je sens que je n'ai plus très faim, je crois que je mangerai plus rien. Des gâteaux de coquillettes, à la poudre d'escampette, des oreilles d'hippopotame, confites au sucre de canne. C'est ce j'ai vraiment plus faim, c'est ce je mangerai plus rien. Oh. എണീക്കൂ ജൂതർ, ഇനിയും നമുക്ക് വളരെ ദൂരം യാത്ര ചെയ്യാനുണ്ട്. ഈ മാന്ത്രിക സഞ്ചി ഞാൻ എടുത്തോട്ടെ, ഇത് ഞാൻ സൂക്ഷിച്ചോളാം. ആ ആ ആ ആ എ- വേഗം തൊഴയേ. ജോർദൻ അറിയുമോ, എന്റെ കുതിരയ്ക്ക് മന്ത്രശക്തിയുണ്ട്. അതിന് പെട്ടെന്ന് അദൃശ്യമാകാൻ കഴിയുന്നതാണ്. അവരെവിടെ പോയി? കുതിര പറന്നു. അയ്യോ, ഇവിടെ ആകെ ഇരുട്ടാണല്ലോ. എടാ, നമ്മൾ ഹിപ്പപ്പൊട്ടാമസിന്റെ വായില. ഒന്ന് പുറത്തു പോകാം. എല്ലാം നീ കാരണം. ജോദാർ, നാം ഒരു പകലും ഒരു രാത്രിയും യാത്ര ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും ദൂരം ഓടിയെത്താൻ ഒരു സാധാരണ കുതിരയ്ക്ക് 1 മാസത്തോളം സമയം വേണ്ടിവരും. അതിശയം തന്നെയല്ലേ? നമ്മൾ ഭൂമിയുടെ ചക്രവാളത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. സമർദാൽ രാജാവ് ഭരിക്കുന്ന കറുത്ത മനുഷ്യരുടെ രാജ്യത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. നീ വേണമെങ്കിൽ വിശ്രമിച്ചോളൂ. പൗർണമി രാത്രിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. ഓ അത് ശരി. റൂജ് രാജാവിന്റെ മകനെ കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുവരെ നമുക്ക് ഈ കൂടാരത്തിൽ വിശ്രമിക്കാം. ഈ സ്വർണ്ണ മത്സ്യങ്ങളെ നീ പ്രത്യേകം ശ്രദ്ധിക്കണം. ശരി, മന്ത്രവാദി ആ നിധിയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും എന്നോട് പറയണം. എന്താ പേര് പറഞ്ഞത്? ഞാൻ മറന്നുപോയി. സ്കാം എന്നല്ലേ? ഫർമാർദൽ മഹാരാജാവ് അതിശക്തനും അതിബുദ്ധിമാനും ഒരു മഹാമാന്ത്രികനുമായിരുന്നു. ഞാൻ ആദ്യം അദ്ദേഹത്തിന്റെ വാളും മുദ്രമോതിരവും പവിത്ര ശൂലവും അതിശക്തമായ അദ്ദേഹത്തിന്റെ കല്ലറയും കണ്ടുപിടിക്കണം. പറയൂ ജോദർ, എനിക്കൊരു കാര്യം അറിയണം. എന്റെ ഈ അന്വേഷണങ്ങളിൽ എന്നെ സഹായിക്കാൻ നീ സന്നദ്ധനാണോ? ഞാൻ സന്നദ്ധനാണ്. ഇതാണ് സമർദാൽ രാജാവിന്റെ കല്ലറ. ഇത് പൗർണമി രാത്രിയിൽ മാത്രമേ കാണുകയുള്ളൂ. ഉത്തരവ് നൽകൂ. സമർദാലിന്റെ നിധി കണ്ടുപിടിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. ഞങ്ങൾ അത് നിറവേറ്റുന്നതാണ്. പക്ഷേ വിധിയുടെ മഹത്ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നാൽ ജൂതർ എന്ന പേരുള്ള ഒരു ബാലന് മാത്രമേ ആ നിധി എടുക്കാൻ സാധിക്കൂ എന്നാണ്. ആ ജൂതറാണ് നിങ്ങളുടെ മുന്നിൽ ഈ നിൽക്കുന്നത്. ഞങ്ങളെ വിശ്വസിക്കാം. നിങ്ങളിപ്പോൾ സ്വതന്ത്രരാണ്. വളരെ നന്ദി. മറഞ്ഞുകിടക്കുന്ന ആ നിധി കണ്ടുപിടിക്കാൻ നിനക്ക് പല പരീക്ഷണങ്ങളും തരണം ചെയ്യേണ്ടതായിട്ട് വരും. ഭയം നിന്റെ ദൗത്യത്തിന് ഒരിക്കലും ഒരു തടസ്സമാകരുത്. ഇത്രയും ദൂരം യാത്ര ചെയ്തത് വൃഥാവിലാവരുത്. ഞാൻ പരിശ്രമിക്കാം മന്ത്രവാദി. നദിയെ നിന്റെ ഉത്ഭവസ്ഥാനത്തേക്ക് ഉടൻ തന്നെ പിൻവാങ്ങുക. ആ! ധൈര്യമായി പോകൂ ജൂത. ആരാണ് കഥകിൽ മുട്ടുന്നത്? ഞാനാണ്. എന്റെ പേര് ജൂതർ. അകത്തേക്ക് വാ.
ജൂതറാണെങ്കിൽ നിന്റെ കഴുത്ത് നീട്ടു, ഞാൻ ഈ വാള് കൊണ്ട് വെട്ടട്ടെ. ഒരിക്കലും മറക്കരുത്, ഭയം നിന്റെ ദൗത്യത്തിന് ഒരിക്കലും ഒരു തടസ്സമാകരുത്. പ്രേതങ്ങൾ പോലും കടന്നു വരാൻ ധൈര്യം കാണിക്കാത്ത ഈ സ്ഥലത്ത് കയറി വന്ന നീ ആരാണ്? നിന്റെ നെഞ്ച് ഞാൻ പിളർക്കും. നീ ആരാണ്? ഞാനാണ് ജൂതർ എന്ന ബാലൻ. സത്യമായും നീ ജൂതനാണെങ്കിൽ ഈ കഥ ഒന്ന് തുറന്നു കാട്ട്. നിങ്ങളൊന്ന് മാറി നിൽക്കുകയാണെങ്കിൽ ഞാൻ തുറക്കാം. അമ്മേ, വരൂ മോനെ, എന്റെ അടുത്തേക്ക് വേഗം വരൂ. ആ സ്ത്രീ പറയുന്നത് നീ കേൾക്കരുത്. നിന്റെ യത്നത്തിൽ നീ പരാജയപ്പെടും. നിനക്ക് അമ്മയുടെ സ്നേഹമില്ലേ? ഇല്ല, ഞാൻ വരില്ല. വന്ന് ആഹാരം കഴിക്കൂ. എനിക്ക് വിശപ്പില്ല. നീ എന്താ മോനെ ഈ പറയുന്നത്? നിനക്ക് തേനിൽ മുക്കിയ കേക്ക് ഇഷ്ടമല്ലേ? ഉം, ഉം. എന്നാ ഇത് കഴിക്കേ. കശുവണ്ടി വെതറിയ ചൂടുള്ള അപ്പം. കശുവണ്ടി വെതറിയ ചൂടുള്ള നിന്റെ ആർത്തി നിന്റെ ദൗത്യം പരാജയപ്പെടുത്തി. ഞാൻ എല്ലാ പരീക്ഷണങ്ങളും തരണം ചെയ്തതാണ്. പക്ഷെ കശുവണ്ടി വിതറിയ അപ്പം. പൂർണ്ണചന്ദ്രൻ വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. ദൗത്യം തുടരണം. ഇതാ പൗർണമിയായി. ജൂതർ, നിനക്കൊരു പ്രാവശ്യം കൂടി പരീക്ഷണങ്ങൾ തരണം ചെയ്യാൻ അവസരം കിട്ടിയിരിക്കുകയാണ്. എന്റെ തെറ്റ് എനിക്ക് മനസ്സിലായി മന്ത്രവാദി. ഇനി ഞാനത് ആവർത്തിക്കില്ല. ഈ പരീക്ഷണത്തിൽ നീ പരാജയപ്പെട്ടാൽ ഒരിക്കലും നിനക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കില്ല. ഇല്ല, ഞാൻ പരാജയപ്പെടില്ല. നദിയെ, തിരിച്ചു പോകൂ. നോക്കൂ സലീം, ജൂതർ അവിടെ ഉണ്ടെന്നാ തോന്നുന്നത്. അതാ നോക്ക്. നിങ്ങൾ എന്റെ അമ്മയല്ല. എനിക്ക് കശുവണ്ടി അപ്പം വേണ്ട. തിരിച്ചു പോകൂ. ഞാൻ ഒരിക്കലും പരാജയപ്പെടില്ല. തിരിച്ചു പോകൂ. ആ, എന്നോട് ക്ഷമിക്കണം. ഞാൻ ഈ മുദ്രമോതിരവും ഈ വാളും ഈ സുഗന്ധദ്രവ്യവും ഈ രത്നഗോളവും എടുത്തോണ്ട് പോവുകയാണ്. ജൂത, നീ വിജയിച്ചിരിക്കുന്നു. ജൂത, നീ വിജയിച്ചിരിക്കുന്നു. ജൂത. അവൻ എന്തോ വലിയ നിധി കിട്ടിയിട്ടുണ്ട്. വരൂ. അങ്ങ് പറഞ്ഞത് പ്രകാരം ഞാൻ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് മന്ത്രവാദി. നിനക്ക് പോകേണ്ട സ്ഥലം തീരുമാനിച്ച് ഈ ഗോളത്തിലൊരു വിരൽ തൊട്ടാൽ മതി. അത് നിന്നെ ഉദ്ദിഷ്ട സ്ഥാനത്തെത്തിക്കും. ഈ മോതിരം വളരെ വിലപിടിപ്പുള്ളതാണെന്ന് തോന്നുന്നു. ഇത് എന്റെ കയ്യിൽ ഇട്ടു നോക്കിയാൽ എന്താ നന്നായിരിക്കും. ഈ മുദ്രമോതിരം അത് അണിയുന്നവനെ എല്ലാ രാജാക്കന്മാരെക്കാളും ഉയർന്ന സ്ഥാനത്തെത്തിക്കുന്നതാണ്. പക്ഷെ ഇതേ മോതിരം ഇടത് കൈയിൽ അണിഞ്ഞാൽ അനർത്ഥം സംഭവിക്കുന്നതാണ്. ഈ വാളിന് ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യത്തെ പോലും വെട്ടി വീഴ്ത്താനുള്ള ശക്തിയുണ്ട്. പരീക്ഷണങ്ങളിൽ വിജയിച്ചെങ്കിലും എനിക്കിപ്പോ നല്ല വിശപ്പ് തുടങ്ങി. ജൂതർ, നീ നിന്റെ പ്രിയപ്പെട്ട അമ്മയെ പിരിഞ്ഞാണ് എന്നെ സഹായിക്കാൻ വന്നത്. അതുകൊണ്ട് ഈ സമ്മാനങ്ങൾ ഞാൻ നിനക്കായി നൽകുകയാണ്. ആ ഭക്ഷണം ഉണ്ടാക്കുന്ന സഞ്ചി ഞാൻ കൊണ്ടുപോയിക്കോട്ടെ മന്ത്രവാദി. നിന്നെ ഒരു ധനികനായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം. എനിക്ക് എത്രയും വേഗം എന്റെ അമ്മയെ കാണാൻ ആഗ്രഹമുണ്ട്.
പ്രിയപ്പെട്ട സുഹൃത്തെ, നിനക്ക് എത്രയും വേഗം നിന്റെ അമ്മയെ കാണാൻ സാധിക്കുന്നതാണ്. എന്നെ സഹായിച്ചതിന് നന്ദി. ജൂതർ, നിനക്ക് ശുഭയാത്ര നേരുന്നു. പോയി വരട്ടെ മന്ത്രവാദി. നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. നിനക്ക് നന്മകൾ നേരുന്നു ജൂതർ. ഇവിടെ നിങ്ങൾക്ക് റൊട്ടി, പൊറോട്ട, നാൻ, തന്തൂരി ചിക്കൻ, ചിക്കൻ ഫ്രൈ, ചിക്കൻ മസാല എല്ലാം കിട്ടുന്നതാണ്. Je fais des plats sympathiques, des recettes un peu magiques, des moustaches de chat bien sages.